തളിപ്പറമ്പിൽ പി കെ ശ്യാമളയ്ക്കെതിരെ വിമത നീക്കം. മത്സരിക്കാൻ തയ്യാറെടുത്ത് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ ഗോവിന്ദൻ. പ്രചരണ രംഗത്ത് സജീവമായി ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ. കേരള കോൺഗ്രസ് എമ്മിന് 12 സീറ്റ് മാത്രം. പാലക്കാട് NMR റസാഖിനെ പരിഗണിക്കുന്നു. പയ്യന്നൂരിൽ മധുസൂദനെതിരെ കുഞ്ഞികൃഷ്ണൻ മത്സരിക്കും. UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നു. ഹൈക്കമാൻഡുമായി ചർച്ചയ്ക്ക് കെ സുധാകരൻ ഡൽഹിക്ക്. ആദ്യഘട്ട പട്ടിക ഇന്നോ നാളെയോ. ഇടുക്കിയും ഏറ്റുമാനൂരും വിട്ടു നൽകാൻ ജോസഫ് ഗ്രൂപ്പ്. അമ്പലപ്പുഴയിൽ ജി സുധാകരനെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് കൈവിട്ടതോടെ CC മുകുന്ദൻ BJPയിലേക്ക്. NDA ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ. BJP സ്ഥാനാർത്ഥികളെ ഒരുമിച്ച് പ്രഖ്യാപിക്കാൻ നീക്കം. ബുധനാഴ്ചയ്ക്കകം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ ഘടകകക്ഷികൾക്ക് നിർദ്ദേശം. ഗൾഫ് മേഖലയിലേക്ക് ആക്രമണം തുടർന്ന് ഇറാൻ. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവള പരിസരത്ത് ഡ്രോൺ അവശിഷ്ടം. ഇന്ധന ടാങ്കറിൽ പതിച്ചതോടെ വൻ അഗ്നിബാധ. ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി UAE-യിൽ. ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളിൽ സുപ്രധാന ചർച്ച. മെട്രിക് ടൺ LPG-യുമായി 2 ഇന്ത്യൻ ടാങ്കറുകൾ ഗുജറാത്തിലേക്ക്. ശിവാലിക്ക് ഇന്ന് തീരത്തെത്തും. നന്ദാദേവി ചൊവ്വാഴ്ചയും തീരത്തെത്തും. കൂടുതൽ ടാങ്കറുകൾക്ക് അനുമതി കിട്ടാനായി ഇറാനുമായി ചർച്ച. ഓസ്കർ പുരസ്കാരങ്ങളുമായി വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മികച്ച നടൻ മൈക്കിൾ B. ജോർഡൻ, നടി ജെസി ബെക്സി. മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം സിന്നേഴ്സിന്. മികച്ച ഛായാഗ്രഹണത്തിന് ഓസ്കർ നേടുന്ന ആദ്യ കറുത്ത വർഗ്ഗക്കാരിയായി ഓട്ടം ഡ്യൂറോൾഡ് അർക്കാപ്പോ. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട കോടതി. കുടുംബത്തിന്റെ ഹർജിയിൽ നിർണായക ഉത്തരവ്. PP ദിവ്യയുടെ ഫോൺ വിവരങ്ങൾ മുഴുവൻ ശേഖരിക്കും. ഓൺലൈൻ തട്ടിപ്പ് പരാതിയിൽ കണ്ണൂർ DCC ജനറൽ സെക്രട്ടറി അറസ്റ്റിൽ. പിടിയിലായത് കെ സുധാകരന്റെ അടുത്ത അനുയായി. കല്ലിക്കോടൻ രാകേഷിനെ പിടികൂടിയത് 1 കോടി തട്ടിയെന്ന പരാതി. നിലമ്പൂരിൽ മരുമകളെ വെട്ടിക്കൊന്ന അമ്മായിയമ്മ അറസ്റ്റിൽ. കൊല്ലപ്പെട്ടത് കൂറ്റമ്പാറ സ്വദേശി സുനിൽ ബാബുവിന്റെ ഭാര്യ റെജില. കൊലപാതകത്തിൽ കലാശിച്ചത് ചായ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ.